ഹലോ നമസ്തേ. നമ്മളിന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് പാർട്ടായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷകളോടെ എക്സ്പെക്റ്റേഷനോടെ നമ്മളൊരിക്കലും മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല. അതായത് എനിക്ക് ബുദ്ധനെ പോലെയാകണം, എനിക്ക് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണം, എനിക്ക് സൈലൻസ് വേണം, പീസ് വേണം, എനിക്ക് ശക്തി, നമ്മൾ സിക്സ്ത് സെൻസ് കിട്ടണം, അങ്ങനെയുള്ള പ്രതീക്ഷകളോടേക്കായിരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷകളൊന്നും നമ്മൾ പാടില്ല. ജസ്റ്റ് സിംപ്ലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ യാതൊരു പ്രതീക്ഷകളോടും ഇല്ലാതെ സിംപ്ലി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരിക്കുക എന്നാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാൻ പാടില്ല, കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടെയാണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകളൊന്നും പാടില്ല. അങ്ങനെയല്ല, മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരും. നമ്മൾ ആ ചിന്തകൾ വന്നാൽ നമ്മളതിനെ തടയാൻ പോകരുത്. എന്താണോ ചിന്തകൾ വരുന്നത് നമ്മളതിനെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, സ്ലോലി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ പതിയെ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ രണ്ടാമതേ ചെയ്യരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തെ ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ശ്വാസത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു കോൺഷ്യസ്നെസ്സും. നമ്മൾ കോൺഷ്യസ് ആണ് ആകേണ്ടത്. സ്വതവേ നമ്മുടെ ഒരു ശ്വാസമുണ്ട്, നമ്മുടെ ഉള്ളിലേക്കും എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുള്ള സ്വതവേ ഉള്ളതുണ്ട്. ആ കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആകുക, അവെയർ ആകുക. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെ പറ്റി നമ്മൾ ജസ്റ്റ് കോൺഷ്യസ് ആകുക, അതിനൊന്ന് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്, അതിനെ നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജസ്റ്റ് നമ്മൾ കോൺഷ്യസ് ആകുക, നമ്മൾ അവെയർ ആകുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ ജസ്റ്റ് നിരീക്ഷിക്കുക, അതിനെ കൺട്രോൾ ചെയ്യാൻ പോകരുത്. സോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് അല്ല. ലെറ്റ് ഇറ്റ് നമ്മൾ അലോ ചെയ്യണം, അനുവദിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബസ്സിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ബസ്സിലൊരു യാത്രക്കാരൻ മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. ജസ്റ്റ് നിരീക്ഷിക്കുക. നമ്മൾ പ്രാണായാമ പോലുള്ള ഇതിലേക്ക് പോകുമ്പോഴാണ് അത് ട്രെയിനിങ് ആകുന്നത്. നമ്മൾ ബസ്സിൽ ഡ്രൈവർ ആകുകയാണ്, നമ്മളതിൻ്റെ കൺട്രോളായിട്ട് എടുക്കുകയാണ്, നമ്മൾ ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ നമ്മൾ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒബ്സർവ്. നമ്മൾ ബസ്സിലെ യാത്രക്കാരൻ മാത്രമാവുക. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമസ്തേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.